അങ്ങനെ ഫാൾ ഔട്ട് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടു. ഈ ഒരു സീരീസ് ഫാൾ ഔട്ട് എന്ന് പറഞ്ഞ ഗെയിം സീരീസിൻ്റെ ഒരു ലൈവ് അഡാപ്റ്റേഷൻ സീരീസാണ്. സോ ആ ഒരു ഗെയിം ഞാൻ കളിച്ചിട്ടില്ല, ഗെയിം തന്നെ ഇപ്പോൾ ഈ സീരീസ് ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത്. സോ ഒരു ഗെയിം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഇതിൻ്റെ ഒരു ഈക്വാലിറ്റി കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. സോ ഒരു ഫ്രഷ് സ്റ്റാർട്ടറായിട്ടാണ് ഞാൻ ഒരു സീരീസ് കണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഈ സീസൺ തന്നെ കിട്ടി. എനിക്കൊരു അടിപൊളി സീസൺ എനിക്ക് ഫീൽ ചെയ്തു ഈ സീരീസ്. സോ ഈ സീരീസ് ഒരു ഗെയിം കളിക്കുന്ന ഒരു ഫീൽ ചെയ്യണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ സീരീസ് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു ഗെയിം കളിക്കുന്ന ഒരു ടൈപ്പ് സംഭവം തന്നെ ആയിട്ട് ഫീൽ ചെയ്തു. പല പല ക്യാരക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഈ സീരീസ് പോകുന്നത്. സോ ആ ഒരു ഫീലിംഗ് കിട്ടി. ചിലപ്പോൾ ഒരു നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. അതിൻ്റെ സ്ക്രിപ്റ്റ് വൈസ് ആയി നോക്കിയാൽ എല്ലാം അടിപൊളി തന്നെയാണ്. സോ ഈ സീസണിൻ്റെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു വേൾഡിൽ ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റ് സംഭവിക്കുന്നു. സോ ആ ന്യൂക്ലിയർ ബ്ലാസ്റ്റിന് ശേഷം ഒരു 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കഥ ആരംഭിക്കുന്നത്. സോ ഒരു 200 വർഷത്തിന് ശേഷം ഈ ഹ്യൂമാനിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളാണ് ഈ സീസണിൽ കാണിക്കുന്നത്. അതായത് കുറച്ച് ഹ്യൂമാനിറ്റി ഒരു അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്ന ഒരു വോൾട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, പിന്നെ കുറച്ച് ഹ്യൂമാനിറ്റി ഒരു സർഫേസ് വേൾഡിൽ നമ്മൾ ഒരു വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞ സർഫേസ് വേൾഡിൽ ജീവിക്കുന്നു. സോ ഈ അണ്ടർഗ്രൗണ്ട് നമ്മളൊരു കോൺഫ്ലിക്ട്സും കാര്യങ്ങളാണ് ഈ സീസൺ മൊത്തമായിട്ട് എടുത്ത് കാണിക്കുന്നത്. സോ അതിനാണ് ഈ മെയിൻ സ്റ്റോറി അതിന് മെയിൻ പോട്ടെങ്കിലും കുറേ മിസ്റ്ററിക്കൽ ജോണലൊക്കെ ഈ സീരീസ് പോകുന്നുണ്ട്. കുറേ ബ്ലാക്ക് കോമഡിയും കാര്യങ്ങളുണ്ട്. സോ ഇതൊരു ബ്ലാക്ക് കോമഡി ഡ്രാമ സീസണാണ്. ബ്ലാക്ക് കോമഡി എന്ന് പറയുമ്പോൾ ആ ബ്ലാക്ക് കോമഡിയും കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോ ഫുള്ളി ഒരു ബ്ലാക്ക് കോമഡിക്കൽ ഡ്രാമ മോഡ് പോകുന്ന സീസണാണ്. സോ ഒരു ഗെയിം അഡാപ്റ്റേഷൻ ലൈവ് സീസൺ പറയുമ്പോൾ ഒരു കുട്ടികൾക്ക് ഗെയിമും കാര്യങ്ങളൊന്നുമല്ല, നല്ല വയലൻസ് ഉള്ള പാടാണ് ഈ സാധനം. അത് നിങ്ങൾക്ക് ഈ സീസൺ കണ്ടാൽ മനസ്സിലാവും. ഫുള്ളി വയലൻസ് 80+ കണ്ടൻസും കുറേ കാര്യങ്ങൾ ഈ സീസണിലുണ്ട്. സോ അത് പ്രതീക്ഷ ഈ സീസൺ കാണാമെന്ന് എനിക്ക് പറയാനുള്ളൂ. സോ ഈ സീസണിൽ കുറേ ക്യാരക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലാണ് പോകുന്നത്. ഒരു 3-4 ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഏകദേശം. സോ ഒരു ഷിഫ്റ്റ് ആയിട്ട് ഈ ക്യാരക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഇതിൻ്റെ അകത്ത് പോകുന്നത്. അത് ഭയങ്കര രസമാണ്. നമുക്ക് ടോട്ടലി എൻഗേജിങ് ആണ് ഈ സീസൺ. ഫസ്റ്റ് തൊട്ട് ചില തുടക്കം തൊട്ടിട്ട് അവസാനം വരെ നല്ല രീതിക്ക് എൻഗേജിങ് ആണ് സീസൺ. ആ ഒരു ഷിഫ്റ്റ്, ആ ഒരു ക്യാരക്ടേഴ്സ് തമ്മിൽ ഷിഫ്റ്റ് ആയിട്ട് ഒരു സ്റ്റോറി ടെല്ലിങ് പോകും. സോ അവരുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് ഈ സീസൺ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അവിടെ തന്നെ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ, ഒരു ഗൗളാണ് ആ ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് ഈ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ തുടങ്ങുന്നത്. സോ ഒരു കൂപ്പ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ പൊളിയാണ്. അതിനകത്ത് ആ ഒരു ക്യാരറ്റിൻ്റെ അടുത്തൊരു മാസ സംഭവങ്ങളുണ്ട്. ആ ഒരു ക്യാരക്ടർ എപ്പോൾ സ്ക്രീനിലായിരുന്നു അപ്പം ഗംഭീര ചിൽസാണ് നമുക്ക് കിട്ടുക. ആ ഒരു ക്യാരക്ടർ കിട്ടില്ല. മുമ്പേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളുണ്ട്, ഒരു രക്ഷയില്ല. ഒരു ഗൗൾ എന്ന് പറയുന്ന എലമെൻറ്റ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്ത ആ ക്യാരക്ടർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ. ഒരു കൗബോയ് സൂട്ട് വെച്ചിട്ടൊരു ഭയങ്കര വൈബായിട്ടുള്ള ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. സോ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും പൊളിയും കാര്യങ്ങളൊന്നുമില്ല, ബട്ട് എനിക്ക് പേഴ്സണലി ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ഇപ്പം മാക്സിമസ് എന്ന് പറഞ്ഞ വേറെ ക്യാരക്ടർ ഉണ്ട്. സോ ചിലർക്ക് അതും ഇഷ്ടപ്പെടാം, ബട്ട് ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ ആർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ആ ഒരു ക്യാരക്ടറിനെ കുറച്ചും കൂടി മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ക്യാരക്ടറിൻ്റെ പാസ്റ്റും പിന്നെ ഇപ്പോൾ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം ഫുള്ളി ഈ ഒരു സീസൺ 1 തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അവർ. സോ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് ഫുള്ളി ഒരു കംപ്ലീറ്റ് ആയിട്ട് ആർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഗംഭീര ക്യാരക്ടറാണ്. ക്യാരക്ടർ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു ചിലപ്പം. സോ ഈ സീസണിലെ വേൾഡ് ബിൽഡിംഗ് എടുത്ത് പറഞ്ഞ പക്ഷേ ഗംഭീര വേൾഡ് ബിൽഡിംഗ് ആണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന VFXും കാര്യങ്ങളും അടിപൊളി തന്നെയാണ്. അത് മാത്രമല്ല വേൾഡ് ബിൽഡിംഗ് ഗംഭീരമാണ്. അതായത് കുറേ എലമെൻറ്റ്സ് ഉണ്ട് ഈ സീസണിൽ. അതായത് ഗെയിമിൽ തന്നെ പറഞ്ഞ പോലെ എലമെൻറ്റ്സ് ഇതിനകത്ത് നല്ല വൃത്തിക്ക് നീറ്റായിട്ട് തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഒരു ലീനിയർ ടൈപ്പിലാണ് ഈ കഥ പറഞ്ഞാൽ, നോൺ ലീനിയർ അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എലമെൻറ്റ്സും കാര്യങ്ങളും നല്ല നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണ് ആ സാധനങ്ങളെല്ലാം മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു ഗൗൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യം പറഞ്ഞു, ഹ്യൂമാനിറ്റിക്ക് നടക്കുന്നുണ്ട് ആ ഒരു ഗൗൾസ്. പിന്നെ ഇതിനകത്തൊരു മെഷീൻസും കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് നൈറ്റിനകത്ത് ഒരു റോബോട്ടും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സോളൻ്റെ മോഡി ഇതിനകത്ത് മണിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ പൈസയൊക്കെ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ഭയങ്കര മെയിനായിട്ടൊരു സാധനമായിട്ട് തോന്നി. അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഗംഭീര സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ അതാണ് എനിക്ക് ഇതിനകത്ത് മെയിനായിട്ട് തോന്നിയത് ഈ സീസണിനെ പറ്റിയിട്ട്. സോ മൊത്തത്തിൽ ടോട്ടലി ഒരു എൻഗേജിങ് ആയിട്ടുള്ളൊരു ഗംഭീര വയലൻസ് എന്ന് പറഞ്ഞൊരു ഡ്രാമ സീസണിൽ ഫീൽ ചെയ്തു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം കളിക്കണമെന്ന് ഇപ്പം ഒരു ആഗ്രഹം വന്നത്. ആ ഒരു ഗൗളിൻ്റെ ഒരു ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഗെയിം കളിച്ചുള്ള എക്സ്പീരിയൻസ് വേറെ തന്നെ ആയിരിക്കും, ബട്ട് സീരീസ് ആയിട്ടുള്ള ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ കണ്ടിട്ട് എന്തായാലും കണ്ടോക്കുക. അതാണ് എനിക്ക് സീസണിനെ പറ്റി പറയാനുള്ള ടോട്ടലി. സോ അടിപൊളി സീസൺ എനിക്ക് ഫീൽ ചെയ്തു. കണ്ടിട്ട് എന്തായാലും കണ്ടോക്കുക. ടോട്ടൽ 8 എപ്പിസോഡേ ഉള്ളൂ. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.